ഹലോ ഗൈസ്. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു പാസ്ത റെസിപ്പിയാണ്. നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് റെസിപ്പീസ് ഇതിൻ്റെ ഉണ്ട്. ഇപ്പം ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണോ അതൊന്ന് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളും ഞാനും, അതായത് ഞങ്ങൾ മൂന്നുപേരാണ് ഇത് മെയിനായിട്ട് കഴിക്കുന്നത്. അപ്പം ഞങ്ങൾ മൂന്നുപേരും കഴിക്കുന്ന രീതിയിൽ നമ്മൾ എരിവൊക്കെ കുറച്ച് നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നമ്മുടെ പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. വെള്ളം നല്ലപോലെ തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ അത് ബോയിൽ ആവണം. അതൊരു 15 മിനിറ്റ്. നമ്മുടെ പാസ്ത വേവുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ് ആണ്. നമ്മൾ ഇതേപോലെ ഒന്ന് സ്പൂണിൽ എടുക്കുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റും നമ്മുടെ പാസ്തയുടെ ടെക്സ്ചർ ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പാസ്ത കുറച്ചും കൂടി ഒന്ന് കട്ടിയായി, ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും. അപ്പൊ ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് അത് ചേഞ്ച് ആയിട്ട് വരും. അപ്പോഴാണ് നമ്മുടെ പാസ്ത ഒന്ന് ബോയിലായി നല്ല വെന്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പൂണിൽ ഒരു പാസ്ത എടുത്ത് നോക്കുക. അത് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സിമ്പിളായിട്ട് കട്ടായി പോകും. അപ്പൊ നമ്മുടെ പാസ്ത നല്ലൊരു വെന്തു എന്നുള്ളതിന്റെ ഒരു സിമ്പിളാണ് അത് വരുന്നത്. ഇനി അതിനുശേഷം നമ്മുടെ വൈറ്റ് സോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ പാർട്ട്. അപ്പം വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടറാണ് നമ്മളിതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ ആഡ് ചെയ്ത് അതൊന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മൈദ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അത് നല്ലപോലെ ഇളക്കി ഒന്ന് അതിൻ്റെ ആ ഒരു പച്ച ഒരു ചുവയൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പാലാണ് ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വൈറ്റ് സോസിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് പാൽ എന്ന് പറയുന്നത്. ഒരു ഗ്ലാസ് പാലാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോഴേക്കും നമ്മളൊരു 250 ml ആണ് ഇതിൽ വരുന്നത്. പക്ഷെ 250 ml ഞാനിത് ചെയ്തപ്പോൾ എനിക്കൊരു സജഷൻ പോലെ തോന്നിയത് 250 ml ഇപ്പം ഒഴിച്ചാലും ചിലപ്പോൾ കുറവായിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് ഒഴിക്കാമെന്ന്. ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് പാൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു 350 ml വരെ, ഒരു 100 ml കൂടെ കൂടുതൽ ഒഴിക്കാം. പാലൊഴിച്ചതിന് ശേഷം നമ്മളിത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യുക. നല്ലപോലെ സോട്ട് ചെയ്തതിന് ശേഷം ഒന്നത് കുറുകി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം നമ്മൾ മൈദ ഓൾറെഡി ഇട്ടിരിക്കുന്ന അതിന് വേണ്ടിയിട്ടാണല്ലോ. നമ്മുടെ ഈ പാലും മൈദയും കൂടെ ഒന്ന് കുറുകി വരണം. ഇനി ഈ പാലിന് പകരം നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീം യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പം നമ്മൾ വീട്ടിലുണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അപ്പം അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പാലാണ് മെയിനായിട്ട് എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാവുക. അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ പാൽ എടുത്തിട്ടുള്ളത്. അപ്പം അതിന് ശേഷം നമ്മുടെ പാസ്ത അതിലേക്ക് ഇടുക. പാസ്ത അതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒറിഗാനോ നമുക്ക് എല്ലാ ഷോപ്പിലും ഇപ്പം അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ഇപ്പം കേക്ക് ഷോപ്സിലൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ആമസോണിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇപ്പം ഒറിഗാനോ ഇല്ലാന്ന് വെച്ചിട്ടും നമുക്ക് പ്രശ്നമൊന്നുമില്ല. കുറച്ച് കുരുമുളക് ആഡ് ചെയ്യണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം, നമുക്ക് പ്രശ്നമില്ല. ഇനി അതിലേക്ക് ഞാൻ ചീസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചീസ് സ്ലൈസ്ഡ് ഇല്ലേ, അതാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് വെച്ചിരുന്നത്. നമുക്ക് ചീസ് ഇവിടെ കുറച്ച് ഇഷ്ടമായതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ചീസ് കുറച്ചും കൂടെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ചീസ് ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. ഫസ്റ്റ് ചീസ് ഇട്ടു, ഒന്ന് സോട്ട് ചെയ്ത് അതെല്ലാം ഒന്ന് മെൽറ്റായി വന്നപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ പാല് വേണമെന്ന് തോന്നി. അപ്പം ഞാൻ കുറച്ച് പാലും പിന്നെ ഒരു ചീസും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്കൊരു 350 ml വരെ പാലെടുക്കാം. ആദ്യം ഒരു 250 എടുക്കുക. അതിന് ശേഷം നമ്മൾ ചീസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് നമ്മൾ കട്ടിയായി പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം എനിക്ക് കുറച്ചും കൂടെ ഒന്ന് എരിവ് വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ റെഡ് ചില്ലി കുറച്ചും കൂടെ ഇട്ടായിരുന്നു. ആ ചില്ലി ഫ്ലേക്സ് ഒന്നും കൂടെ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതൊരു നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കാരണം അത് ചൂടോടെ ഇരിക്കുമ്പോഴേക്കും അതൊന്നും കൂടെ കട്ടിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.